NDA മുന്നണി മൂന്നാം വട്ടവും അധികാരത്തിലേറുമെന്ന് ഉറപ്പായതോടെ ലോകരാഷ്ട്രങ്ങൾ രാജ്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആശംസകൾ നേർന്ന് രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് അയൽ രാജ്യങ്ങളുടെ തലവന്മാരെ രാജ്യം ക്ഷണിക്കുകയും ചില നേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുന്ന വേളയിലാണ് സള്ളിവന്റെ സന്ദർശനം. US പ്രസിഡന്റ് ജോ ബൈഡൻ ഫോണിൽ വിളിച്ച് നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചിരുന്നു. സംഭാഷണത്തിൽ മോദിയും ബൈഡനും സള്ളിവന്റെ സന്ദർശനത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. ഇന്ത്യ-US ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് സള്ളിവന്റെ ഇന്ത്യ സന്ദർശനം. സാങ്കേതിക കാര്യങ്ങളിലുൾപ്പെടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള തീരുമാനങ്ങൾ ചർച്ചയിലുണ്ടാകുമെന്ന് ബൈഡൻ മോദിയെ അറിയിച്ചിട്ടുണ്ട്. ജെയ്ക്ക് സള്ളിവൻ ഇന്ത്യ സന്ദർശിക്കുന്ന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മോദി അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സന്ദർശനം ഉണ്ടാകുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇന്ത്യയും US തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ നിരവധി പദ്ധതികൾ ചർച്ച ചെയ്യുമെന്നും ഇരു നേതാക്കളും അറിയിച്ചിട്ടുണ്ട്. ബൈഡനുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം ബൈഡന്റെ വാക്കുകൾക്ക് മോദി നന്ദി പറഞ്ഞു. എൻ്റെ സുഹൃത്ത് പ്രസിഡന്റ് ജോ ബൈഡൻ വിളിച്ചതിൽ സന്തോഷം. അദ്ദേഹത്തിൻ്റെ അഭിനന്ദനങ്ങളും ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആദരവും വിലമതിക്കുന്നു. വരാനിരിക്കുന്ന ഓരോ സന്ദർശനവും US-ഇന്ത്യ ബന്ധത്തിൻ്റെ ആഴം കൂട്ടുമെന്നും ഫോൺ സംഭാഷണത്തിന് ശേഷം മോദി പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കിയെന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ദൃഢമായി മുന്നോട്ട് പോകുമെന്നും പ്രതീക്ഷിക്കുന്നതായും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മികച്ച പങ്കാളിത്തത്തോടെയുള്ള ബന്ധം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ തലത്തിലും ജനങ്ങളും തമ്മിൽ മികച്ച ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത്. നിലവിലുള്ളതുപോലെ ഈ ബന്ധം മുന്നോട്ട് പോകുമെന്നാണ് ആഗ്രഹിക്കുന്നത്, മാത്യു മില്ലർ വ്യക്തമാക്കി.